നമസ്കാരം. വന്ദേ മാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതടക്കം സുപ്രധാന ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ക്രൈസ്തവ സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയ FCRA ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ മോദി സർക്കാർ അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാനുള്ള 3/2 ഭൂരിപക്ഷം ലോക്സഭയിൽ ഉറപ്പാക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് BJP. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ അമെൻഡ്മെന്റ് ബില്ല് 2026 എന്ന പേരിലാകും വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് കൊണ്ടുവരിക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിക്കും. വന്ദേ മാതരം പാടുന്നത് തടസ്സപ്പെടുത്തുകയോ ആലപിക്കുന്നതിനിടെ ശല്യമുണ്ടാക്കുകയോ ചെയ്താൽ 3 വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ വ്യവസ്ഥ ചെയ്യുന്നതാകും ബില്ല്. ദേശീയഗാനത്തെ അപമാനിച്ചാലുള്ള ശിക്ഷ എന്താണോ അതിന് സമാനം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് BJP കൗൺസിലർമാർ ഓഫീസ് ഉപരോധിച്ചു. വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ആരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. SN പുരത്ത് നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പനങ്ങാട് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഞ്ചാമ്പരത്തി കാട്ടുപറമ്പിൽ റംസാനാണ് മരിച്ചത്. സുഹൃത്തിന്റെ മോട്ടോർ സൈക്കിൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിനെ ചോദ്യം ചെയ്തതിന് പേന കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേലൂർ പുലാനി സ്വദേശി സുമിത്താണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് BJP കൗൺസിലർമാർ ഓഫീസ് ഉപരോധിച്ചു. വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ആരോപിച്ചാണ് പ്രതിഷേധം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 ജില്ലാ മിഷൻ നടത്തിയ ഓഡിറ്റിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി സൂചനയുണ്ടെന്ന് ആരോപിച്ചാണ് BJP കൗൺസിലർമാർ CDS ഓഫീസ് ഉപരോധ സമരം നടത്തിയത്. രാവിലെ ആരംഭിച്ച സമരം BJP ജില്ലാ ട്രഷറർ KR വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വ്യക്തമായിട്ട് നമുക്കറിയാം, ഇത് സബ്സിഡിയുള്ള ലോണുകളാണ്. ഈ ലോണുകളൊക്കെ തന്നെ ഈ ഒരു അധികാരത്തിന്റെ ഒരു വലയത്തിലുള്ള ചില ആളുകൾക്ക് മാത്രമേ ഈ ലോണുകൾ കൊടുക്കുക. അവരത് അടയ്ക്കാണ്ടിരിക്കുക, കുടുംബശ്രീയുടെ തനത് ഫണ്ട് എടുത്തുകൊണ്ട് ബാങ്കിൽ അടയ്ക്കുക. അങ്ങനെ വലിയ വലിയ അഴിമതി ഇതിന് കൂട്ടുനിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ എതിരെ നടപടി സ്വീകരിക്കണം. വിജിലൻസ് അന്വേഷണം ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് വരെ എത്തണം. കൃത്യമായിട്ട് അഴിമതി കൊടുത്തത് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് കുടുംബശ്രീ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കൊടുക്കുന്ന ഫണ്ടാണ്. അപ്പൊ അത് ഇവിടെ കുറച്ച് ആളുകൾ വീതം. അത് മാത്രമല്ല, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു പാവപ്പെട്ടവരാണ്. ഇപ്പൊ ഈ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എന്നൊക്കെ പറയുന്നത് പാവപ്പെട്ട ആളുകളാണ്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഏരിയ ജില്ലാ തലത്തിലുള്ള ഇതൊരു കരുവന്നൂര് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന അഴിമതിയിലും വലിയ അഴിമതിയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടന്നിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് അന്വേഷണം വേണം. രശ്മി ബാബു, പ്രജീഷ് ചലീൽ, അജിത്, രേഖ, സൽപ്രകാശ്, ധന്യ, ഷൈൻ, രഞ്ജിത, രാജീവ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മുറ്റത്തെ മുല്ല പദ്ധതി, വനിതാ വികസന സംരംഭക ലോൺ, പിന്നോക്ക വികസന കോർപ്പറേഷൻ ലോൺ, NULM ലോൺ, CF ലോൺ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി BJP ആരോപിച്ചു. കുടുംബശ്രീ ഭരണസമിതി എടുത്ത വായ്പകൾ നഗരസഭാ കുടുംബശ്രീയുടെ തനത് ഫണ്ടിൽ നിന്ന് ബാങ്കിൽ അടച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാതയിൽ SN പുരത്ത് നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പിതാവ് അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. പനങ്ങാട് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഞ്ചാമ്പരത്തി കാട്ടുപറമ്പിൽ റംസാനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. പനങ്ങാട് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഞ്ചാമ്പരത്തി കാട്ടുപറമ്പിൽ റംസാനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. എറണാകുളം ആസ്ട്ര മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്ന റംസാൻ ഇന്ന് രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് ദേശീയപാതയിലെ SN പുരം പൊരിബസാറിൽ അപകടം നടന്നത്. പനി ബാധിച്ചതിനെ തുടർന്ന് റംസാനെ പിതാവ് കബീർ സ്കൂട്ടറിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് എതിരെ വന്ന ഇന്നോവ കാർ സ്കൂട്ടറിൽ ഇടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികരായ പിതാവിനെയും മകനെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും സ്കൂട്ടർ ഓടിച്ചിരുന്ന പിതാവ് കബീർ
അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന റംസാനും ഇന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സുഹൃത്തിന്റെ മോട്ടോർ സൈക്കിൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിനെ ചോദ്യം ചെയ്തതിന് പേന കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മേലൂർ പുലാനി സ്വദേശി സുമിത്താണ് പിടിയിലായത്. മേലൂർ പുലാനി സ്വദേശി ഞാറക്കൽ വീട്ടിൽ സുമിത്തിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മേലൂർ കല്ലുത്തി സ്വദേശി കരിപ്പാല വീട്ടിൽ ജിൽജിത്തിനെ പ്രതി പേന കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചെന്ന് പോലീസ് അറിയിച്ചു. ജൂലൈ 6 രാത്രി 8:30 പുലാനി കോലോത്തുംകടവിന് സമീപമുള്ള ഇരുവരും ജോലി ചെയ്യുന്ന കമ്പനിയുടെ താമസ സ്ഥലത്താണ് സംഭവം നടന്നത്. ജിൽജിത്തിന്റെ മോട്ടോർ സൈക്കിൾ സുമിത്ത് അനുമതിയില്ലാതെ കൊണ്ടുപോയതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇനി വാഹനം അനുമതിയില്ലാതെ ഉപയോഗിക്കരുതെന്ന് ജിൽജിത്ത് താക്കീത് നൽകിയതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് ജിൽജിത്തിനെ തടഞ്ഞു നിർത്തി പേന കൊണ്ട് ഇടത് കണ്ണിന് സമീപം കുത്തി പരിക്കേൽപ്പിക്കുകയും ആക്രമണത്തിന് ശേഷം പരിക്ക് വാഹനത്തിൽ നിന്ന് വീണതാണെന്ന് പറയണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ കേസെടുത്ത കൊരട്ടി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് പ്രതിയെ റിമാൻഡ് ചെയ്തു. SHO ഹബീബുള്ളയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, ചാലക്കുടി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി KK വത്സരാജ് MLA. കുടിവെള്ളക്ഷാമം, വെള്ളക്കെട്ട്, കാനയുടെ അഭാവം തുടങ്ങിയ പരാതികൾ പ്രദേശവാസികൾ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ LBS ഉന്നതിയും IHDP ഉന്നതിയുമാണ് KK വത്സരാജ് MLA സന്ദർശിച്ചത്. പ്രദേശവാസികൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായിരുന്നു സന്ദർശനം. സന്ദർശനത്തിനിടെ കുടിവെള്ളക്ഷാമം, മഴക്കാലത്ത് രൂക്ഷമാകുന്ന വെള്ളക്കെട്ട്, കാനയുടെ അഭാവം മൂലമുള്ള ദുരിതം തുടങ്ങിയ വിഷയങ്ങൾ നാട്ടുകാർ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വർഷങ്ങളായി തുടരുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രദേശവാസികളുടെ പരാതികൾ വിശദമായി കേട്ട MLA പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. അവരവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. അത് ബ്ലോക്ക് മെമ്പറോട് പറഞ്ഞിട്ട് ബ്ലോക്ക് AE വന്നിട്ട് അത് നോക്കി അവർ അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിന് അതിൻ്റെ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യം അത് വെച്ചിട്ട് നോക്കിയിട്ടാണ് പറയാൻ പറ്റുക. എന്തായാലും ഇവരുടെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. വെള്ളക്കെട്ടുണ്ട്, കാന വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല, അത്തരം കാര്യങ്ങൾ. പിന്നെ കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ സാധ്യമായ അത്ര ഇടപെടാൻ ശ്രമിക്കാമെന്നുള്ളതാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദർശനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, വാർഡ് മെമ്പർ സീന ഇസ്മയിൽ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. CPIM-നും നേതാക്കൾക്കുമെതിരെ കള്ളക്കേസുകൾ സൃഷ്ടിക്കുന്ന EDക്കെതിരെ അന്നമനടയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM അന്നമനട ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നമനടയിൽ നടന്ന പ്രതിഷേധ യോഗം മാള ഏരിയ കമ്മിറ്റി അംഗം C ധനുഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായതിന്റെ ഭാഗമായി ഇവരെല്ലാം ഇതിനകത്ത് പ്രതിചേർക്കപ്പെടുന്നത് ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിയായ സഖാവ് KV അബ്ദുൽ ഖാദർ എങ്ങനെയാണ് ഇതിനകത്ത് പ്രതിചേർക്കപ്പെടുന്നത്? ഇത് മാത്രമല്ല വിഷയം. കള്ളനോട്ട് വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് ഒരു കോടതിയുണ്ട്, PMLA. ആ കോടതിയിൽ കള്ളനോട്ട് വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കോടതിയാണ്. ഇതിന്റെ കേസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോടതിയാണ് എറണാകുളത്ത്. ആ കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക. ഈ വിഷയം മുൻനിർത്തി CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഏരിയ കമ്മിറ്റി അംഗം TK സതീശൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV വിനോദ്, PA ഡേവിസ് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും രാസവള വില വർധനവിനുമെതിരെ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു.
കൊടുങ്ങല്ലൂർ BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ കരുത്തായിരുന്ന അനന്തര കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഇന്ത്യയിലെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 80% കർഷകരുണ്ടായിരുന്നതിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് 40% മാത്രമായിട്ട് ചുരുങ്ങുന്ന സാഹചര്യങ്ങളിലേക്കാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഇന്ത്യ രാജ്യത്തെ കർഷകർ ആത്മഹത്യയിലേക്ക് വരുന്നൊരു സാഹചര്യങ്ങളാണെന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. OC ജോസഫ്, KA കൊച്ചുമൊയ്തീൻ, സംസ്ഥാന കൗൺസിൽ അംഗം PB ഖയസ്, സുമ ശിവൻ, ബാബു കളത്തേരി, CK രാമനാഥൻ, സുരേഷ് പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് BJP കൗൺസിലർമാർ ഓഫീസ് ഉപരോധിച്ചു. വിവിധ വായ്പാ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ആരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. SN പുരത്ത് നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പനങ്ങാട് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഞ്ചാമ്പരത്തി കാട്ടൂപ്പറമ്പിൽ റംസാനാണ് മരിച്ചത്. സുഹൃത്തിന്റെ മോട്ടോർ സൈക്കിൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിനെ ചോദ്യം ചെയ്തതിന് പേന കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേലൂർ പുലാനി സ്വദേശി സുമിത്താണ് പിടിയിലായത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.